വൈസ് ചാൻസലർ ജഗതി രാജ്, ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ബിജു മാത്യു സാറ്, ഫസിൽ സാറ്, ഉദയല മാഡം, ഞങ്ങളിത് നടത്തുന്ന സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടാണ് ഈ സ്പോർട്സ് ഫെസ്റ്റ് നടത്തുന്നത്. അതിൻ്റെ അജയകുമാർ സാറുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ്റിൻ്റെ ആക്ട് പ്രകാരം 2020 സ്ഥാപിതമായതാണ്. ഇതുവരെ 54,000 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. 29 പ്രോഗ്രാം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും അവിടെ ഏത് കോഴ്സിനും പ്രായഭേദമന്യേ ജോയിൻ ചെയ്യാനുള്ള പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട്. മറ്റുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ അപേക്ഷിച്ച് ഞങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റെഗുലർ സ്റ്റുഡൻസിന് പഠിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റെപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് പ്രകാരം നമ്മൾ ആർട്സ് ഫെസ്റ്റിവൽ വളരെ സക്സസ്ഫുള്ളായിട്ട് മാർച്ചിൽ നടത്തി. 2 മാസം മുമ്പ് കൾച്ചറൽ ഫെസ്റ്റ് നടത്തി. അതിൻ്റെ സക്സസ് ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ, അതിൻ്റെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും സ്പോർട്സ് ഫെസ്റ്റ് ജനുവരി 31 ഫെബ്രുവരി 1 നടത്തുന്നത്. ജനുവരി 31 രാവിലെ 8:30 ബഹുമാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഫെസ്റ്റിവലിൽ ബഹുമാനപ്പെട്ട MLA ആന്റണി രാജു സാറ് പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഈ മീറ്റ് നടത്തുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടു കൂടിയാണ്. അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ഡോക്ടർ അജയകുമാർ സാറാണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായഭേദമന്യേ ആർക്കും പഠിക്കാം. അതുകൊണ്ട് നമ്മൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനനുസരിച്ച് 3 കാറ്റഗറിയായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. 25 വയസ്സിന് താഴെയുള്ളതും, 26 തൊട്ട് 35 വയസ്സ്, പിന്നെ 36 വയസ്സ് തൊട്ട് 50 വയസ്സ്, പിന്നെ 51 വയസ്സിന് മുകളിലുള്ള എങ്ങനെ തരംതിരിച്ചാണ് നമ്മൾ മത്സരങ്ങൾ നടത്തുന്നത്. അതുപോലെ 25 വയസ്സിൽ താഴെയുള്ള അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്റർ സ്റ്റേറ്റിലും നാഷണൽ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിലും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരള സർക്കാർ ആദ്യമായി ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് പഠനം നിർത്തിയവർക്കും അതുപോലെ പല പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വീണ്ടും പഠനത്തിലേക്ക് വരണം എന്നുള്ള ഒരു വലിയ വിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ഒരു ഉദ്ദേശം കൂടി നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനത്തിൻ്റെ പിറകിലുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 4 വർഷക്കാലമേ ആയിട്ടുള്ളൂ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉള്ളതെങ്കിലും ഇന്ത്യയിലെ മറ്റു ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലേക്കും വെച്ച് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എംപവറിംഗ് മൈൻഡ്സ് ആൻഡ് എനർജൈസിംഗ് ബോഡി എന്നുള്ളതാണ് നമ്മുടെ ഒരു മുദ്രാവാക്യം തന്നെ. നമുക്ക് തന്നെ അറിയാം, മനസ്സുകൾ ശാക്തീകരിക്കപ്പെടേണ്ടതും അതുപോലെ ആരോഗ്യമുള്ള ശരീരവും ഒക്കെയാണ് സമൂഹത്തിന് വേണ്ടുന്നത്. പക്ഷേ 50 വയസ്സ് കഴിയുമ്പോഴേക്കും അത്തരത്തിലുള്ള മനുഷ്യരെ നമ്മൾ ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അവരെ പഠിക്കാനും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയിൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ട് അല്ലെങ്കിൽ കരുതൽ ഒപ്പം ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. 18 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ള ആളുകൾ ഞങ്ങളുടെ സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കീപ്പപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി വാസ്തവത്തിൽ ഇന്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ മറ്റ് 25 വയസ്സിന് താഴെയുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയും. അതൊരു കാറ്റഗറി ആയിട്ടുണ്ട്. മറ്റ് ഏജിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 654 പാർട്ടിസിപ്പൻ്റ് മൊത്തമുണ്ട്. അതിൽ 170 വനിതകൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ 2 ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. 3 പേരുണ്ടെങ്കിൽ മാത്രമേ ഒരു ഐറ്റം നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ഈ അത്ലറ്റിക് റൂള്. അത് പ്രകാരമാണ് നടത്തുന്നത്. പക്ഷേ റിലേയിലും മറ്റുമൊക്കെ നമ്മൾ മിക്സഡ് റിലേയിലും മറ്റുള്ള ട്രാൻസ്ജെൻഡറിനൊക്കെ അവസരം കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഒരു ഓപ്പൺ സർവകലാശാലയും ഇതുവരെയും ഇങ്ങനെ അവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടി ഒരു അത്ലറ്റിക് മീറ്റ് നടത്തിയിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഓപ്പൺ സർവകലാശാല ഇങ്ങനെ ആ സ്റ്റുഡൻസിന് ഒരു അത്ലറ്റിക് മീറ്റിൽ നമ്മൾ വാസ്തവത്തിൽ 2 ഗെയിമും കൂടെ നടത്തണമെന്നായിരുന്നു ഉദ്ദേശം. തുടക്ക നിലയിൽ ഈ വർഷം അത്ലറ്റിക് മീറ്റ് മാത്രം നടത്താനാണ് തീരുമാനിച്ചത്.